ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വിനീതമായ സ്നേഹവന്ദനം. 2 വാക്യങ്ങൾ വായിക്കാം. ഒന്ന് മത്തായി സുവിശേഷം 13-ാം അധ്യായം 33-ാമത്തെ വാക്യവും ലൂക്കോസ് സുവിശേഷം 13-ാം അധ്യായം 20-ാമത്തെ വാക്യവും 20ഉം 21 വായിക്കുക. മത്തായി 13-ന്റെ 33, ലൂക്കോസ് 13-ന്റെ 20-21. സ്വർഗരാജ്യം പുളിച്ച മാവിനോട് സദൃശം. അത് ഒരു സ്ത്രീ എടുത്ത് 3 പറ മാവിൽ എല്ലാം പുളിച്ചു വരുവോളം അടക്കി വെച്ചു. പുളിച്ച മാവിൻ്റെ ദൃഷ്ടാന്തം അത് തന്നെയാണ് ലൂക്കോസ് സുവിശേഷം 13-ാം അധ്യായം 20-21 വാക്യങ്ങൾ. പിന്നെയും അവൻ ദൈവരാജ്യത്തെ ഏതിനോട് ഉപമിക്കേണ്ടു? അത് പുളിച്ച മാവിനോട് തുല്യം. അത് പുളിച്ച മാവിനോട് തുല്യം. അത് ഒരു സ്ത്രീ എടുത്ത് 3 പറ മാവിൽ ചേർത്ത് എല്ലാം പുളിച്ചു വരുവോളം അടക്കി വെച്ചു എന്ന് പറഞ്ഞു. സ്തോത്രം. പുളിച്ച മാവിന്റെ ദൃഷ്ടാന്തം കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ ഒരു ഉപമയാണ് അത്. അത്യന്തം ഹൃദയഹാരിയായ, ഞാൻ പറയും ഒരു അടുക്കള മണമുള്ളതായ ഒരു ഉപമയാണ് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞത്. ഇവിടെ നാം എല്ലാ ദിവസവും നമ്മുടെ നാട്ടിൽ കഞ്ഞി വെക്കുന്നത് പോലെയാണ് പലസ്തീൻ നാട്ടിൽ റൊട്ടി ഉണ്ടാക്കുന്നത്. അവരുടെ പ്രധാനപ്പെട്ട ഒരു ഭക്ഷണമാണ്. മാവ് കുഴച്ച് വെച്ച് അതിനകത്ത് അല്പം പുളിപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കി അടക്കി വെച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. പിറ്റേ ദിവസം എടുത്ത് ചുട്ട് അതെല്ലാവരും ഭക്ഷിക്കും. തമ്പുരാനെ പറ്റി അമ്മ വിശുദ്ധ മാതാവ് എല്ലാ ദിവസവും ഇത് ചെയ്യുന്നത് കർത്താവായ യേശുക്രിസ്തു ചെറുപ്പം മുതലേ അത് കാണുന്നതാണ്. ഇവിടെ പുളിച്ച മാവ് എന്ന് പറയുന്നത് ദൈവരാജ്യമാണ്. പുളിച്ച മാവ് എന്ന് പറയുന്നത് സുവിശേഷമാണ്. പുളിച്ച മാവ് എന്ന് പറയുന്നത് ലളിതമായി പറയട്ടെ, അത് കർത്താവായ യേശുക്രിസ്തുവാണ്. ലൂക്കോസ് സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 20-21 വായിച്ച് ലൂക്കോസ് സുവിശേഷം 17-ാം അധ്യായം 20-21 കർത്താവായ യേശുക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷ ചെയ്തുകൊണ്ട് നടക്കുന്നതായ സമയം. അപ്പോൾ പലർക്കും സംശയം, ഇപ്പോഴും സ്വർഗരാജ്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആരാണ് ഈ സ്വർഗരാജ്യത്തിൽ ചെല്ലുന്നത്? ഈ സ്വർഗരാജ്യം എവിടെയാണ്? എന്താണ് ഈ സ്വർഗരാജ്യം? അവർ ചോദിക്കുന്നുണ്ട്. എന്താണ് മറുപടി വായിച്ചേ? ദൈവരാജ്യം എപ്പോൾ വരുന്നു എന്ന് പരീശന്മാർ ചോദിച്ചതിന്, നീ പറയുന്ന ദൈവരാജ്യം എപ്പോഴാണ് വരുന്നതെന്ന് പരീശന്മാർ കർത്താവായ യേശുക്രിസ്തുവിനോട് ചോദിച്ചതിന്, ദൈവരാജ്യം കാണത്തക്കവണ്ണമല്ല വരുന്നത്, ഇതാ ഇവിടെയെന്നും അതാ അവിടെയെന്നും പറയുകയുമില്ല, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ എന്ന് അവൻ ഉത്തരം പറഞ്ഞു. ദൈവരാജ്യം നിങ്ങളുടെ ഇടയിലുണ്ട്, ഞാൻ നിങ്ങളുടെ ഇടയിലില്ലേ? ഹല്ലേലൂയ. കർത്താവ് ഉള്ള സ്ഥലമാണ് ദൈവരാജ്യം. ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ കൂടി നടക്കുന്നുണ്ട്. ഈ ദൈവരാജ്യത്തിന്റെ തേജസ്സേറിയ ശക്തിയാണ് നിങ്ങളുടെ മധ്യത്തിൽ വ്യാപരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഈ ദൈവരാജ്യം ആകുന്ന സുവിശേഷം കർത്താവായ യേശുക്രിസ്തു, അതാണ് പുളിപ്പ്. സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് അറിയാമല്ലോ. അപ്പത്തിന് നമ്മൾ മാവുണ്ടാക്കുന്നു. മാവുണ്ടാക്കിയ ശേഷം അത് അതേപടി വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം അത് അപ്പം ഉണ്ടാക്കാൻ കൊള്ളുകയില്ല. അത് പുളിച്ച് പൊങ്ങി മൃദുലമായി തീരണമെങ്കിൽ അതിന് ഉറ ചേർക്കണം. പണ്ടൊക്കെ നമ്മൾ അല്പം കള്ള് ചേർത്ത് അതങ്ങ് ഇളക്കുമായിരുന്നു. ഇപ്പോൾ കുറച്ചുകൂടി റിഫൈൻഡ് ആയിട്ട് ഈസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടും. അതല്ല എങ്കിൽ തലേ ദിവസം ഉണ്ടാക്കിയതായ ആ പുളിപ്പുള്ളതായ ആ മാവ് അല്പം എടുത്ത് ബാക്കി വെച്ചിരുന്നു കഴിഞ്ഞാൽ അത് പിറ്റേ ദിവസത്തേക്കും ഉപയോഗിക്കാൻ കൊള്ളാവുന്നതാണ്. എന്ത് ചെയ്യും? നിങ്ങളെല്ലാവരും കാണുന്ന കാര്യമാണ്. നാളെ അപ്പം ഉണ്ടാക്കണം. നിങ്ങൾ എന്ത് ചെയ്യും? ഇപ്പോൾ തന്നെയോ അല്ലെങ്കിൽ നിങ്ങൾ ചെന്നതിന് ശേഷമോ അപ്പത്തിന് നന്നായിട്ട് മാവ് ആട്ടി ശരിയാക്കി വെക്കും. അത് കഴിഞ്ഞിട്ട് അല്പം ഈസ്റ്റോ അല്ലെങ്കിൽ പണ്ടായിരുന്നെങ്കിൽ അല്പം പുളിച്ച കള്ളോ ഒഴിച്ചിട്ട് നന്നായിട്ടങ്ങ് ഇളക്കും, ഭംഗിയായിട്ടങ്ങ് ഇളക്കും. അത് കഴിഞ്ഞിട്ട് ഇവിടെ മത്തായി സുവിശേഷത്തിൽ പറഞ്ഞിട്ടുണ്ടാകുന്ന അടക്കി വെക്കും. ദൈവത്തിന് സ്തോത്രം. അത് അടക്കി വെക്കും, അതങ്ങ് മൂടി ശരിയാക്കി വെക്കും. പിറ്റേ ദിവസത്തേക്ക് നോക്കുമ്പോൾ അതിനകത്ത് വലിയ മാറ്റം വന്നു. അത് കുറച്ചുകൂടെ എന്ത് ചെയ്യും? അത് സ്പോഞ്ചി ആവും, ഇങ്ങനെ വികസിച്ച് വരും.
ഒരു കൊച്ചു കലത്തിലാണെങ്കിൽ കൊച്ചു കലം മെത്ത മാവുണ്ട്, അതിനകത്ത് ഉറയും കൂടി ചേർത്തു അല്ലെങ്കിൽ ഈസ്റ്റും കൂടി ചേർത്ത് ഇളക്കി വെച്ച് അങ്ങനെയാണ് ഈ പിറ്റേ ദിവസം മെത്തി ഒഴുകി പോകും. നിങ്ങൾ കാണാം, അതിങ്ങനെ പൊങ്ങി വരുന്നു, അത് സ്പോഞ്ചി ആകുന്നു, അത് നല്ല സ്വാദുള്ളതായി തീരും, നല്ല മണമുള്ളതായി തീരും, വളരെ പോറസാകും, അല്ലെങ്കിൽ വളരെ സോഫ്റ്റ് ആകും, വളരെ മൃദുലമാകും, അതിന് നല്ല ഗുണമുണ്ടാകും, നല്ല വീര്യമുള്ളതായി മാറും, അപ്പം ചുടാൻ കൊള്ളാവുന്നതായി തീരും. ദൈവത്തിൻ്റെ സ്തോത്രം. ചിലപ്പോൾ നിങ്ങൾ പറയില്ലേ, അയ്യോ മാവ് പൊങ്ങിയില്ലല്ലോ, അപ്പം ശരിയായില്ലല്ലോ. നന്നായിട്ട് പൊങ്ങിയതായ മാവാണെങ്കിൽ ഇങ്ങനെ ധാരാളം സുഷിരങ്ങളുമായിട്ട് നല്ല മൃദുലമായിരിക്കുന്ന അപ്പം നമുക്ക് ചുട്ടെടുക്കാനായിട്ട് സാധിക്കും. നല്ല ഗുണവും മണവും രുചിയുമെല്ലാമുള്ള മൃദുലമായിരിക്കുന്ന സോഫ്റ്റായിരിക്കുന്ന അപ്പം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അതിനെന്ത് വേണം? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പുളിപ്പ് ചേർക്കണ്ടേ? നിങ്ങൾ കൂടുതലൊന്നും ചിന്തിക്കണ്ട. ഈ പുളിപ്പ് എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. പിണ്ടം എന്ന് പറയുന്നത്, മാവ് എന്ന് പറയുന്നത് ഞാനും അല്ലെങ്കിൽ സഭയുമാണ്. ദൈവത്തെ അടക്കി വെക്കുക എന്ന് പറഞ്ഞാൽ ഈ പുളിപ്പ് അകത്തേക്ക് വരിക എന്നുള്ളതാണ്. ഇത് അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ വലിയ ഒരു ആന്തരിക പ്രക്രിയ നടക്കുകയാണ്. ഈ ഉപമയുടെ ആകെ തുക എന്നാണെന്നറിയാമോ? ദി ട്രാൻസ്ഫോമിങ് പവർ ഓഫ് ലീവൻ. പുളിപ്പിൻ്റെ, ഉറയുടെ, ഈസ്റ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി എന്ന് പറയുന്നത് രൂപാന്തരപ്പെടുത്താനുള്ള ശക്തിയാണ്. ഞാനൊരു വിഷയമായിട്ടത് പറയാനല്ല ആഗ്രഹിക്കുന്നത്. ഒരു രൂപാന്തരം നടക്കണം. അടയാളങ്ങളുടെ ആരംഭമായി കർത്താവായ യേശുക്രിസ്തു കാനാവിൽ വെച്ച് പച്ചവെള്ളം വീഞ്ഞാക്കി മാറ്റി. ദി ട്രാൻസ്ഫോമിങ് പവർ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. തുടക്കം അവിടെയാണ്. ഞാനെന്ന് പറയുന്നതായ വ്യക്തി, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഒന്ന് രൂപാന്തരപ്പെടണം. ഞാൻ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ പ്രസംഗകനായി, ഞാൻ സുവിശേഷകനായി, ഞാൻ ഓടി നടന്ന് വേല ചെയ്യുന്നവനായി, ഞാൻ വേറെ ഒന്നും കൊണ്ട് പറയുകയല്ല, പക്ഷെ ഞാൻ ഉള്ളം തൊട്ട് പ്രാർത്ഥിക്കുന്നു, എനിക്ക് ഒരു ശരിയായ ഒരു ആത്മീയനാവണമല്ലോ കർത്താവ്. രൂപാന്തരപ്പെടാത്തതായ ഒരു കോശം പോലും എൻ്റെ ശരീരത്തിൽ ഉണ്ടാകരുത്. എൻ്റെ കണ്ണ് രൂപാന്തരപ്പെടണം, എൻ്റെ നാക്ക് രൂപാന്തരപ്പെടണം, എൻ്റെ കൈ രൂപാന്തരപ്പെടണം, എൻ്റെ കാലുകൾ രൂപാന്തരപ്പെടണം, എൻ്റെ ചിന്താമണ്ഡലം, എൻ്റെ ബ്രെയിൻ രൂപാന്തരപ്പെടണം. എല്ലാറ്റിലുപരിയായി എൻ്റെ അകത്തെ മനുഷ്യൻ, എൻ്റെ ഹൃദയം രൂപാന്തരപ്പെടണം. എ ടോട്ടൽ ട്രാൻസ്ഫർമേഷൻ ഇൻ തോട്ടോ, മുഴുവനായിട്ടുള്ള ആളത്വത്തിൻ്റെ ഒരു രൂപാന്തരം. ദൈവത്തിന് സ്തോത്രം. ഞാൻ നിങ്ങളോട് പറയുന്നു, ഒന്ന് ശ്രദ്ധിച്ചേ നിങ്ങൾ. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് എല്ലാവർക്കും അറിയാം, മാവ് നന്നായിട്ട് ആട്ടി ശരിയാക്കി മാവ് വെച്ചു. അത് കഴിഞ്ഞിട്ട് ആ മാവ് വെച്ചുകൊണ്ട് ആ രാത്രി മുഴുവൻ, കർത്താവെ നാളത്തേക്ക് ഇത് അപ്പം ചൂടാൻ തക്കവണ്ണം, ഇത് പുളിച്ച് പൊങ്ങാൻ തക്കവണ്ണം കർത്താവെ കൃപ ചെയ്ത് സഹായിക്കണമേ എന്ന് നേരം വെളുക്കോളം പ്രാർത്ഥിച്ചാൽ, സഹോദരന്മാരെ, ആ മാവ് പുളിപ്പുള്ളതായി അപ്പം ഉണ്ടാക്കാൻ ഉപയുക്തമായി തീരുമോ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ വയ്യേ? സാറെ, പ്രാർത്ഥനയാൽ സാധിക്കാത്ത കാര്യമുണ്ടോ എന്നാണ് ചോദിച്ചത്. എന്നിട്ട് നടന്നില്ലല്ലോ. എന്നാൽ പിറ്റേ ദിവസം കൂടി പ്രാർത്ഥിക്കാമെന്ന് വെച്ചാലോ, ഒരു 3 ദിവസം ആ മാവ് വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാലോ മാവ് ചീത്തയായി പോവും, ഉറഞ്ഞു പോവും, ദുർഗന്ധം വമിക്കും. വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോഴേക്കും ഭർത്താവ് പറയും, ഏതാണ്ട് ചീഞ്ഞ മണമുണ്ടല്ലോ ഇവിടെ. വേറൊന്നുമില്ല, ആ മാവില് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അത് ശരിയാണ്. പക്ഷെ ശരിക്കും നിങ്ങൾ മനസ്സിലായിക്കൊള്ളണം, ഈ ആളത്തൻ രൂപാന്തരപ്പെടണമെങ്കിൽ, ഈ മാവിന് പരിവർത്തനം വരണമെങ്കിൽ എന്ത് വേണം? നിങ്ങളൊന്ന് പറഞ്ഞ്. പുളിപ്പ് ചേർക്കണം, ഉറ ചേർക്കണം. ദൈവത്തിന് സ്തോത്രം. പാല് വെച്ചിരുന്നു, ഉറ ചേർത്തില്ല. പാല് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്, എനിക്ക് നല്ല ഒന്നാം തരം തൈര് തരണമേ. പിള്ളേർക്ക് തൈര് ഇഷ്ടമാണ്, സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് ചോറിൽ ഒഴിച്ചു കൊടുക്കാൻ. ഭർത്താവ് വരുമ്പോൾ ഉച്ചക്കത്തേക്ക് കറി ഉണ്ടാക്കാൻ അല്ലെങ്കിൽ നല്ല കട്ടിത്തൈര് ഇഷ്ടമാണെന്ന് പറഞ്ഞ് അത് നന്നാക്കി നല്ലൊരു തൈരാക്കി തന്നെ നടക്കുമോ? അതിനകത്ത് തലേ ദിവസത്തെ ഉറ ചേർക്കണം. ദയവ് ചെയ്ത് ഈ വചനം കേൾക്കുന്ന ദൈവമക്കളൊന്ന് മനസ്സിലാക്ക്. പൊന്നു കർത്താവ് ഈ ചങ്കിനകത്ത് വരാതെ ഒരു വ്യക്തിയുടെയും ജീവിതത്തിൽ മാറ്റം വരികയില്ല. എന്നെ മാറണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയല്ല.
മാറ്റം വരുത്താൻ കഴിവുള്ള ഉറയാകുന്ന പുളിപ്പാകുന്ന സ്വർഗരാജ്യമാകുന്ന കർത്താവായ യേശുക്രിസ്തു അകത്തേക്ക് വന്നാലേ എൻ്റെ ജീവിതത്തിൽ ഒരു ആന്തരിക രാഷ്ട്ര പ്രക്രിയ നടത്തി മാറ്റം വരികയുള്ളൂ. വേറെ ഒരു പ്രസംഗവും ഞങ്ങൾക്ക് പറയാനായിട്ടില്ല. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഈ യേശു അകത്ത് വന്നോ? ഈ യേശു നിങ്ങൾക്കൊരു യാഥാർത്ഥ്യമാണോ? കരിക്കട്ട ഇരുന്ന് എത്ര നാൾ പ്രാർത്ഥിച്ചാലും, പള്ളിയിൽ പോയി കഴിഞ്ഞാലും, എവിടെയെല്ലാം പോയി കഴിഞ്ഞാലും ദൈവമക്കളെ കരിക്കട്ടയുടെ പ്രകൃതി മാറുമോ? ദൈവത്തിന് ഈ കരിക്കട്ടയുടെ പ്രകൃതി മാറണമെങ്കിൽ തീക്കട്ട കാൽവറിയിലെ ദൈവകോപത്തിയിൽ വെന്തെറിഞ്ഞ കർത്താവായ യേശുക്രിസ്തുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കാതെ ഒരൊറ്റ വ്യക്തിയുടെയും ജീവിതത്തിൽ ഒരു ഇഞ്ച് പോലും, ഒരു ചലനം പോലും ഉണ്ടാകുകയില്ല. ആ കർത്താവായ യേശുക്രിസ്തു ആകുന്ന ആ പുളിപ്പകത്ത് കിട്ടിയിട്ടുണ്ടോ? പുളിപ്പ് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരു ബാഡ് ഇൻഫ്ലുവൻസ്, ദൈവത്തിൻ്റെ സ്തോത്രം, ഒരു ദോഷത്തിൻ്റെ പ്രതീകമായി വചനം പലയിടത്തും പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ അതൊരു ഗുഡ് ഇൻഫ്ലുവൻസ് ആണ്. വളരെ പ്രയോജനപ്രദമായിരിക്കുന്ന ഒരു സ്വാധീനമാണ് കർത്താവായ യേശുക്രിസ്തു അകത്ത് വരുമ്പോൾ ഉണ്ടാകുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. ഒന്നാമത് പറയാനുള്ള കാര്യം, കർത്താവായി യേശുക്രിസ്തു മനുഷ്യജീവിതത്തിൻ്റെ അന്തരംഗത്തിൽ വ്യക്തമായി കടന്നു വന്ന് പ്രവർത്തനം ആരംഭിക്കാതെ ഒരു വ്യക്തിയുടെയും ജീവിതത്തിൽ മാറ്റം വരികയില്ലെന്ന് മാത്രമല്ല, ഓരോ ദിവസം കഴിയുന്തോറും ചീത്തയായിക്കൊണ്ടിരിക്കും. അങ്ങനെ എല്ലാവരുടെയും ജീവിതത്തിൽ വന്നിട്ടുണ്ടോ? ഞാൻ നിങ്ങളോട് പലവട്ടം പറഞ്ഞിട്ടില്ലേ, ഒരു കൊച്ചുമോള്, ഞാൻ അതിന് പേര് കൊടുക്കാറുണ്ട് ലിസിമോളെന്ന്. അതിൻ്റെ ഹാർട്ട് ഓപ്പറേഷൻ നടത്തണം. എന്തിനാ? അതിൻ്റെ ഒരു ആന്തരികമായ വാലിന്, ഹൃദയത്തിനകത്തുള്ള ഒരു വാൽവിന് കേടാണ്. വെറും 12 വയസ്സ് മാത്രം. ദൈവത്തിൻ്റെ സ്തോത്രം. ഡോക്ടർ വന്ന് സ്നേഹവാത്സല്യത്തോടെ പറഞ്ഞു, മോളുടെ ഹൃദയം കീറും, അതിനകത്തൊരു വാൽവ് മാറ്റണം. അപ്പോൾ ആ പെൺകുട്ടി ഓപ്പറേഷന് മുമ്പ് ഡോക്ടറോട് ചോദിച്ചൊരു കാര്യമുണ്ട്, എൻ്റെ ഹൃദയം എങ്ങനെ കീറി ഹൃദയത്തിൻ്റെ അകത്തേക്ക് ചെല്ലുമോ? മോളെ, ഉള്ളിലുള്ളവരുടെ അറയിലാണ് ആ വാൽവ്, അത് മാറ്റണം. അത് കേട്ടു. നിങ്ങളൊന്ന് ശരിക്ക് ചെവി തുറന്ന് കേൾക്ക്. അപ്പോൾ ആ പെൺകുട്ടി കട്ടിലിരുന്നുകൊണ്ട്, ആശുപത്രിയിൽ മുറിയിലിരുന്നുകൊണ്ട് പറഞ്ഞത്, ഡോക്ടർ എൻ്റെ ചങ്ക് കീറി അകത്തേക്ക് ചെല്ലെങ്കിൽ ഡോക്ടർക്ക് ഒരു കാര്യം കാണാം, യേശുവപ്പ എൻ്റെ ചങ്കിനകത്ത് ഇരിക്കുന്നുണ്ട്. എൻ്റെ ചങ്ക് കീറി അങ്ങ് ചെല്ലുമ്പോൾ യേശുവപ്പ അകത്തിരിക്കണ കാണാം. ഞാൻ നിങ്ങളോട് വളരെ വിനയത്തോടെ പറയട്ടെ, വേദശാസ്ത്രം അല്ലല്ലോ നിങ്ങളോട് പറയുന്നു. തേജോമയനായ കർത്താവായി യേശുക്രിസ്തു വ്യക്തമായി കർത്താവായി, അധികാരിയായി, രക്ഷകനായി, ഉടയവനായ അകത്തുണ്ട് എന്ന് ബോധ്യമുള്ള എത്ര പേരുണ്ട്? ഇല്ലെങ്കിൽ ചീഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിനോ സ്തോത്രം. ആ ഒരു സ്ഥിതി ഒന്നൊന്ന് മാറ്റാവോ? ദൈവമക്കളെ, ഈ വാർദ്ധക്യത്തിൽ വന്നിരിക്കുന്ന അടിയൻ പറയട്ടെ, യേശു അപ്പ വാതുക്കൾ നിന്ന് മുട്ടുന്നില്ലേ? കണ്ടാൽ ഞാൻ വാതുക്കൾ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും, എനിവൺ, ഇത്രയും പേര് കേൾക്കണ്ടല്ലോ. ഹല്ലേലൂയ. ഒന്ന് ചങ്ക് തുറക്കാമെങ്കിൽ, ഹൃദയവാതിലും തുറക്കാമെങ്കിൽ, ഞാൻ അകത്തേക്ക് വന്നിട്ട്. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, ഒന്ന് തുറന്നേ, ഒന്ന് ഹൃദയം തുറന്നേ. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ചോദ്യത്തിന് വ്യക്തമായൊരു ഉത്തരം പറയാം. യേശു അകത്തോ പുറത്തോ? യേശു അകത്തോ പുറത്തോ? ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയാറില്ലേ, ഈ പാവപ്പെട്ട ദൈവദാസനൊരു ചങ്കുണ്ടെങ്കിൽ അതിനകത്ത് ഒരു സിംഹാസനമുണ്ട്, ആ സിംഹാസനത്തിൽ യേശുവുണ്ട്. പാവപ്പെട്ട അടിയന് അതാണ് സാക്ഷിക്കാനുള്ളത്. എല്ലാം നിറവായി എന്നൊന്നും ഞാൻ പറയുന്നില്ല. ദൈവത്തിൻ്റെ സ്തോത്രം. കർത്താവായി യേശുക്രിസ്തു പറഞ്ഞു, അല്പമേ വേണ്ടുവല്ല, ഒന്നു മതി. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ഒരു കലം, ഒരു 3/4 ഭാഗം മുഴുവനായിട്ട് മാവ് നന്നായിട്ട് അരച്ചു കൂട്ടി വെച്ചിട്ടുണ്ട്. അതിനകത്ത് എന്തോരം വേണം ഈ പുളിപ്പ്? അതിൻ്റെ പകുതിയെങ്കിലും വേണോ? ഒരല്പം മതി. ഈസ്റ്റ് എങ്ങനെ എടുക്കണേ? കൈകൊണ്ട് നുള്ളി എടുത്തിട്ട്. ഹല്ലേലൂയ. ദൈവമക്കളെ, കർത്താവ് പറഞ്ഞ അല്പം മതി. എൻ്റെ കർത്താവായ യേശുക്രിസ്തു എന്ന് പറയുന്നത് ഏക വ്യക്തിയുടെ ശക്തി. ദൈവത്തിൻ്റെ സ്തോത്രം. അതിനെ അകത്തേക്കും കയറ്റി അടക്കി വെക്കണം. എന്താ അടക്കി വെക്കുക എന്ന് പറയുന്നത്? ഇറ്റ് ഇസ് നോട്ട് സിംപ്ലി എ ടച്ച് ആൻഡ് ഗോ മെത്തേഡ്. സെക്കൻഡ് സാറ്റർഡേ വന്നു, കർത്താവായ യേശുക്രിസ്തു വാതുക്കൾ നിന്ന് മുട്ടി, ഹൃദയം തുറന്നു, കർത്താവായ യേശുക്രിസ്തുവിനെ സ്വീകരിച്ച് കൈപോക്കാൻ പറഞ്ഞു, കൈപോക്കി പോയി കഴിഞ്ഞു. അടുക്കളയിലേക്ക് എന്നപ്പോൾ, ജോലി സ്ഥലത്തേക്ക് എന്നപ്പോൾ, സ്കൂളിൽ കോളേജ് ചെന്ന് കഴിയുമ്പോൾ കൂട്ടുകാരുമായി മറ്റുള്ളവരുമായി ബന്ധപ്പെട്ടു പോയി. യേശുക്രിസ്തു അകത്ത് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും കർത്താവിനെ പുറത്ത് പുറത്തിയടിക്കരുത്. an abiding spirit, ഒരിക്കലും അകന്നു പോകാത്ത, പിരിയാത്തതായി സജീവമായിരിക്കുന്ന ബന്ധം.
രൂത്ത് പറഞ്ഞ പോലെ മരണത്തിനല്ലാതെ എന്നെ നിന്നിൽ നിന്ന് വേർതിരിക്കാൻ സാധ്യമല്ല. പൗലോസ്ലീഹ പറഞ്ഞതുപോലെ ഈ ലോകത്തിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ വല്ല മറന്നുപോയെങ്കിൽ മറ്റ് യാതൊരു സൃഷ്ടിക്കോ ഒരു നിർണയമുണ്ട്. എന്താണ്? കർത്താവായ യേശുക്രിസ്തുവുമായിട്ടുള്ള പിരിയാത്ത ബന്ധത്തിൽ നിന്ന് അകറ്റുവാൻ സാധ്യമല്ല. ഈ കൂട്ടായ്മ വേറെ യാതൊന്നും പറയുന്നില്ല. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. ഈ ഒരൽപ്പം പുളിപ്പ് അതിനകത്തേക്ക് വെച്ചു. വലിയ വീര്യമൊന്നുമില്ലാത്തതായ ആ ഡഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മാവ് പയ്യെ പയ്യെ അനങ്ങാൻ തുടങ്ങി. കർത്താവായ യേശുക്രിസ്തു അകത്തേക്ക് വന്നാൽ ഹി വർക്ക്സ് സീക്രട്ട്ലി ഇൻസൈഡ്, ഹി വർക്ക്സ് അൺസീൻ. ഹല്ലേലൂയ. ദൈവമക്കൾ, ഇതൊക്കെ അല്പം രുചിച്ചോണ്ട പറയുന്നു. അകത്തൊരു ആന്തരിക രാസപ്രക്രിയ നടക്കുകയാണ്. ധാരാളം 2-3 ചാക്ക് മുഴുവൻ ഉമി അവിടെ ഇട്ടേക്കുന്നു. ഒരു ചെറിയ തീ അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് വെച്ചു, ഒരു തീക്കട്ട. അതിങ്ങനെ കത്തി എരിഞ്ഞെരിഞ്ഞെരിഞ്ഞ് അവസാനം ഉമി മുഴുവനും കൂടി കത്തുന്ന പോലെ തേജോമയനായ സർവശക്തനായ ആത്മാവിൻ്റെ തീയായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തു ഒന്നകത്തേക്ക് വന്നു കഴിഞ്ഞാൽ പ്രവർത്തനം തുടങ്ങുകയാണ്. അതിനകത്തൊരു ഓക്സിഡേഷൻ നടക്കുകയാണ്, ഒരു ആന്തരിക രാസപ്രക്രിയ നടക്കുകയാണ്, അതിനകത്തൊരു വിഘടനം നടക്കുകയാണ്. അതിനകത്ത് ആവശ്യമില്ലാത്തതായ ദോഷൈകമായ കാർബൺ ഡയോക്സൈഡ് എന്നൊക്കെ പുറത്തു പോവുകയാണ്. യെരൂശലേം ദേവാലയത്തിനകത്തേക്ക് കർത്താവായ യേശുക്രിസ്തു അധികാരത്തോടെ കടന്നു ചെന്നപ്പോൾ പുറത്തു നിൽക്കുന്ന വ്യക്തികൾക്ക് ചില കാഴ്ചകൾ കാണാം. പലതും പുറത്തേക്ക് ആടുകയാണ് ദേവാലയത്തിൽ നിന്ന്. മേശകള്, നാണ്യങ്ങള്, ദൈവത്തിന് സ്തോത്രം, വേറെ ചില കച്ചവട വസ്തുക്കൾ. ദൈവാലയത്തിനകത്ത് ഇരിക്കാൻ കൊള്ളില്ലാത്തതെല്ലാം യേശു അകത്ത് വന്നപ്പോൾ പുറത്തിയാടി. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്ക് ദൈവമക്കളെ. നിങ്ങൾ എത്രമാത്രം അധ്വാനിച്ചാലും നടക്കുകയില്ല. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഇറ്റ് വർക്ക്സ് ഫ്രം ഇൻസൈഡ്. ആരും കാണുകയില്ല, പക്ഷേ ദൈവത്തിന് സ്തോത്രം. പ്രവർത്തനം അദൃശ്യമാണ്, പക്ഷേ രൂപാന്തരം പ്രകടമാണ്. എന്തെല്ലാം വ്യക്തി ജീവിതങ്ങളിൽ മാറ്റം വന്നു. കൊടിയ മദ്യപാനികൾ ദൈവത്തിന് സ്തോത്രം ദൈവമക്കളെ വിശുദ്ധന്മാരായി തീരുന്നു. പൗലോസ്ലീഹ ശൗലായിരുന്നപ്പോൾ കൊല നിശ്വസിച്ചുകൊണ്ട് ഓടി. കർത്താവിൻ്റെ പിന്നാലെ പോകുന്നവരെ കൊല്ലാൻ വേണ്ടി ഓടിയതായ ആ ശൗല് പൗലോസായി മാറി. ഈ അല്പം പുളിപ്പ് പൗലോസ്ലീഹയ്ക്ക് ദമസ്കോസിൻ പടിവാതിൽക്കൽ വെച്ച് അകത്ത് വീണ് കിട്ടി. സെയിന്റ് പോളായി മാറി. കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി മരിക്കാൻ തക്കവണ്ണം ഓടി. സുവിശേഷത്തിന്റെ ദീപശിഖയുമായി എവിടെയെല്ലാം ഓടി. നമ്മുടെ കൂട്ടായ്മയിൽ നടന്നതായ മാറ്റം അത്ഭുതകരമല്ലേ? നരകതുല്യമായിരിക്കും എന്തുമാത്രം കുടുംബങ്ങൾ സ്വർഗത്തിന്റെ സമാധാന അന്തരീക്ഷം ഇപ്പോൾ അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നിങ്ങൾ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. പ്രവർത്തനമെല്ലാം കർത്താവായ യേശുക്രിസ്തു രഹസ്യമായി അകത്ത് വെച്ച് നടത്തിക്കൊള്ളും. മദ്യത്തിന്റെ പിന്നാലെ കൊതിയോടെ ഓടിക്കൊണ്ടിരുന്ന വ്യക്തി ഇപ്പോൾ ആത്മാവിന്റെ ലഹരി പിടിച്ച് സുവിശേഷ വേലക്കാരനായി ഓടുകയാണ്. അതിന്റെ ശക്തി വലുതാണ്. ദ റെവല്യൂഷണറി പവർ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ദൈവത്തിന് ലോകമെമ്പാടും തീ പിടിച്ച കർത്താവായി യേശുക്രിസ്തുവിന്റെ ജ്വലിക്കുന്ന കാൽവറിയിൽ കത്തിയതായിരിക്കുന്ന സ്നേഹത്തി. അതുമാത്രമാണ് ഇവിടുത്തെ പ്രസംഗ വിഷയം. ആ തീ കത്തിയാൽ മാത്രം മതി. ഞങ്ങളെ ആരെയും നിങ്ങൾ ഒന്ന് നോക്കണ്ട. ഒന്ന് കാണുമ്പോൾ കൈകൂപ്പുന്നത് പോലെ ഞങ്ങൾ പറയുകയില്ല. നിങ്ങളാകെ കേന്ദ്രീകരിക്കുന്നത് ഹല്ലേലൂയ കാൽവറിയിൽ രക്തമാർന്ന് ഒലിച്ചു കിടക്കുന്ന കർത്താവായ യേശുക്രിസ്തു. കരിക്കട്ട പോലെ നിങ്ങളുടെ ജീവിതം മലീമസമാണെങ്കിലും ദുർഗന്ധം അമിക്കുന്നതാണെങ്കിലും ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ക്രൂശിൻ ചോട്ടിലേക്ക് ഒന്ന് വരാമോ? രക്താംബരം പോലെ കടുംചൂപ്പാണെങ്കിലും ഹിമം പോലെ വെളുപ്പിക്കുവാൻ കഴിവുള്ള കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശക്തി വ്യാപരിക്കും. ദൈവത്തിന് സ്തോത്രം. യേശു പുറത്തു നിന്നാൽ പോരാ. ഒരു മാവ് കുഴച്ച് വെച്ചിട്ട് മാവ് ഉണ്ടാക്കിയതിന് ശേഷം ദൈവമക്കളെ ഒരു പാത്രത്തിനകത്ത് കള്ളോ അതല്ലെങ്കിൽ പുളിപ്പുള്ളതായിരിക്കുന്നതായ മാവോ അതല്ലെങ്കിൽ ഈസ്റ്റോ അടുത്തുകൊണ്ട് വെച്ചാൽ മതിയോ? ഇറ്റ് മസ്റ്റ് ഗെറ്റ് റൈറ്റ് ഇൻസൈഡ്. അകത്ത് വരണം. നന്നായിട്ടങ്ങ് ഇളക്കണം, ഭംഗിയായിട്ടങ്ങ് ഇളക്കണം. ഞാൻ ഇന്നും കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവേ ഈ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ സിരകളിൽ കൂടി ഒഴുകി ഓരോ കോശങ്ങളിലേക്കും ഈ ആത്മാവിൻ്റെ തീ അങ്ങ് പെടണം. അതെല്ലാ സ്ഥലത്തേക്കും അങ്ങ് വ്യാപരിച്ചു. ശരിക്കും ഇളക്കിയില്ലെങ്കിൽ ശരിയാവില്ല കേട്ടോ. നിങ്ങൾക്ക് അമ്മമാർക്ക് അറിയാൻ വയ്യ.
ദൈവത്തിൻ്റെ സ്തോത്രം. എൻ്റെ ഭാര്യ ചിലപ്പോൾ വരും, ഇത് ഏറ്റവും അടിയിലത്തെ മാവ്, അത് കാരണം പൊങ്ങിയില്ല കേട്ടോ. എന്നാ നിങ്ങൾ ഇളക്കിയത് ശരിയായില്ല. അടിയിലത്തെ അപ്പമല്ല മേളിലത്തെ, കാരണം അറിയാമോ? ഇളക്കി എല്ലായിടത്തും വന്നിട്ടില്ല. കർത്താവായി യേശു ക്രിസ്തു മൂട്ടി മുതൽ അടി വരെയും തീയായിട്ടങ്ങ് കത്തി പടരട്ടെ. ഇത് നടക്കുന്ന ഈ മക്കളെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചാൽ മാത്രം മതി. ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്താ അറിയാമോ? ദി ഡവ് ഹാസ് നോ പവർ ടു ചേഞ്ച് ഇറ്റ് സെൽഫ്. എത്ര നാള് ഈ മാവില്ലാത്തതായ ആ പിണ്ഡം സൂക്ഷിച്ചു വെച്ചാലും അതിനൊരിക്കലും അപ്പം ചുടാൻ തക്കവണ്ണം ഗുണകരമായി പൊങ്ങി വരികയില്ല. അതിന് തന്നെത്താൻ രൂപാന്തരം വരുത്താൻ സാധ്യമല്ല. അത് ചീത്തയായിക്കൊണ്ടിരിക്കുക മാത്രമേ ഉള്ളൂ. പുളിപ്പ് ചേർക്കാത്ത മാവ് ചീഞ്ഞ് ഉറഞ്ഞ് ദുർഗന്ധം വമിക്കുന്ന പോലെ കർത്താവായ യേശു ക്രിസ്തു അകത്ത് വന്ന് ജീവിതത്തെ രൂപാന്തരപ്പെടുത്താത്ത ജീവിതം ദുർഗന്ധം വമിക്കും. അവർ പ്രശ്നക്കാരായിരിക്കും. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ വളരെ വ്യക്തമായിട്ട് നിങ്ങൾ പറയുന്നു, വേലയൊക്കെ നടക്കും. ആളത്വത്തിൻ്റെ രൂപാന്തരം വന്നിട്ടില്ല പലരുടെയും വ്യക്തി ജീവിതത്തിൽ. നിരന്തരം കൂട്ടായ്മയ്ക്ക് വരുന്നുണ്ട്, ശരിയാണ്. പക്ഷേ യേശു അകത്ത് വന്നിട്ടില്ല. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അകത്തൊരു രാസപ്രക്രിയ ഇന്ന് നടക്കട്ടെ. അത് വ്യക്തികളെ രൂപാന്തരപ്പെടുത്തും, അത് കുടുംബത്തെ രൂപാന്തരപ്പെടുത്തും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് മഹത്വം. ദൈവമക്കളെ, ഇതിങ്ങനെ വന്ന് എൻ്റെ ജീവിതത്തിൽ ആ തീയം കത്തിപ്പിടിച്ചാൽ, എൻ്റെ ജീവിതത്തിൽ അത്ഭുതകരമായ രൂപാന്തരം വന്നാൽ അതിന് വേറൊരു കാര്യമുണ്ട്. എന്നാന്നറിയാമോ? ഒരു സാംക്രമിക ശക്തിയുണ്ട്, പടർന്നു പിടിക്കുന്ന ഒരു ശക്തി. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അൻ ഇൻഫെക്ഷ്യസ് പവർ. ഞാനൊരു കൂട്ടായ്മയെ കണ്ടുകൊണ്ട് തന്നെയാണ് പറയുന്നത്. ഇവിടെ വന്ന അനേകർ കർത്താവായി യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചു. അവരുടെ ജീവിതത്തിൽ അത്ഭുതകരമായ രൂപാന്തരം സംഭവിച്ചു. ഒരു ആന്തരികമായിരിക്കുന്ന ശക്തി അവരുടെ ജീവിതത്തിൽ നിറഞ്ഞു വന്നു. പുളിപ്പുള്ളതായിരിക്കുന്നതായ ആ മാവ് പൊങ്ങി വന്നതുപോലെ എവിടെയെല്ലാം ഇവിടെ നിന്ന് തീ പിടിച്ചവരായി പോയിട്ടുണ്ടോ അവിടെയെല്ലാം നിങ്ങൾക്കറിയാൻ പാടില്ലേ, തലേ ദിവസം മാവ് അല്പം എടുത്തു വെച്ചാൽ മതി, പിറ്റേ ദിവസത്തെ ആ പിണ്ടത്തോടൊന്ന് ചേർത്ത് കഴിഞ്ഞാൽ അത് മതി. ദൈവമക്കൾ ഓടി നടക്കണം, ആത്മാവിൽ തീ പിടിച്ചവരായിട്ട് ഓടി നടക്കണം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. പ്രവർത്തനം അഗോചരമാണ്, പക്ഷേ രൂപാന്തരം വളരെ പ്രകടമാണ്. നിങ്ങൾ ഓരോരുത്തരും രൂപാന്തരപ്പെട്ടവരായി മാറണം. നിങ്ങൾ ഓരോരുത്തരും കത്തി ജ്വലിക്കുന്നവരായി മാറണം. ഹല്ലേലൂയ. ഭൂമിയുടെ അറ്റത്തേക്ക് നിങ്ങൾ ഓടണം. നമ്മളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഈ ആന്തരികമായ രാസപ്രക്രിയ വന്ന് ആളത്വം രൂപാന്തരപ്പെട്ടതിന് ശേഷം നിങ്ങൾ ഓടി നടക്കണം. ഈ തീ വേറൊരിടത്ത് നിന്ന് കത്തട്ടെ. കൂട്ടായ്മയിലേക്ക് വന്ന് ഈ സത്യവചനം കേൾക്കട്ടെ. വേറെ ഒന്നും പറയും ധൈര്യമായിട്ട് നിങ്ങൾക്ക് വിളിച്ചോണ്ടിരാൻ പാടില്ലേ. നിങ്ങൾ 100 വർഷം വന്നാൽ ഞങ്ങൾ പണം വല്ലതും ചോദിക്കുന്നുണ്ടോ? നിങ്ങൾ സഭ മാറണമെന്ന് പറയുന്നുണ്ടോ? കത്തോലിക്കരായിട്ട് നിൽക്ക്, ഓർത്തഡോക്സുകാരായിട്ട് നിൽക്ക്, CSIക്കാർ യാക്കോബായക്കാർ അതേ സഭയിൽ നിൽക്ക്. മാറേണ്ടത് സഭയല്ല. എപ്പോഴും യോനച്ചാൻ പറയുമല്ലേ, മാറേണ്ടത് ഞാനെന്ന് പറയുന്ന വ്യക്തിയാണ്. ആ വ്യക്തി മാറണമെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു അകത്ത് വരണം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ആ സ്വർഗീയമായിരിക്കുന്ന സാന്നിധ്യം നമ്മുടെ മധ്യത്തിൽ ഇന്ന് കർത്താവ് തന്നിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം മാത്രം ചോദിച്ചുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. ഇപ്പോൾ ഈ പുളിപ്പിനെ അകത്തേക്ക് സ്വീകരിക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? സ്വീകരിക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ട്? ആരെല്ലാം ഉണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ. ചീഞ്ഞു തുടങ്ങിയതാണ് കർത്താവേ. ഉള്ളം തൊട്ടെന്ന് പറഞ്ഞ ദൈവമക്കളെ, ഹൃദയത്തിൻ്റെ വാതിലൊന്ന് തുറന്നേ. കണ്ടാലും ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും ഉണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു അകത്തോ പുറത്തോ യേശുവിനെ വേണ്ടി ഹൃദയം തുറക്കുക. യേശു അകത്തേക്ക് വന്നാൽ യേശുവിനെ അടക്കി വെച്ച് വാതിലടയ്ക്കുക. അവൻ പ്രവർത്തിക്കട്ടെ, രൂപാന്തരപ്പെടുത്തട്ടെ. ദൈവനാമം മാത്രം മഹത്വപ്പെടട്ടെ. കർത്താവിന് സ്തോത്രം, ദൈവത്തിന് മഹത്വം.